ഗവൺമെന്റിന്റെ അനുവാദത്തോടുകൂടി അവരനുവദിച്ച പ്ലാസ്റ്റിക് നമ്മൾ കടകളിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക് കവർ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഇത് നമുക്ക് വീട്ടിലിട്ട് കത്തിക്കാൻ പറ്റില്ല. കാരണം എയർ പൊല്യൂഷൻ സംതിങ് അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗവൺമെന്റ് അതിനെ ഏർപ്പെടുത്തിയ ഹരിതകർമ്മസേന വരുമ്പോൾ അവർ കൊടുത്തോളണം. ഇനി നമുക്ക് പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കുന്നില്ല, കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിൽ 50 രൂപ വേണം. അതിന് എന്ത് പരിപാടിയാണെന്നറിയില്ല. എല്ലാ വീടുകളും 50 രൂപ കൊടുക്കണം. 50 രൂപ കിട്ടാനുള്ള പരിപാടിയാണോ? അപ്പൊ നമുക്ക് വീട്ടിൽ കത്തിക്കാൻ പറ്റില്ല. ഇവർക്ക് എങ്ങനെ ആരോഗ്യത്തിൽ കൊടുക്കണം, 50 രൂപ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഇവർ ഇത് കൊണ്ടുപോയിട്ട് ചെയ്യുന്നത് വെച്ചാൽ ആധുനികമായ രീതിയിൽ അത് റീസൈക്കിൾ ചെയ്ത് കളയാം, നിർമ്മാർജ്ജനം ചെയ്യാം. അതിന്റെ പ്രോസസ് ഞങ്ങൾ കാണിച്ചാൽ എങ്ങനെയാണ് അവർ റീസൈക്കിൾ ചെയ്യുന്നത് ആധുനികമായ രീതിയിൽ കണ്ടോ. ഇങ്ങനെയാണ് അവർ വളരെ ആധുനികമായിട്ട് നമ്മുടെ പ്ലാസ്റ്റിക്കുകളെല്ലാം റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വീട്ടിലിട്ട് കത്തിക്കാൻ പറ്റില്ല, പക്ഷെ ആധുനികമായിട്ട് റോഡിലിട്ട് കത്തിക്കാം.